മാം, ചെറിയ ചെറിയ സിംറ്റംസ്, ഇപ്പം ഒരു തലവേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ ഏതെങ്കിലും ഒരു പോർഷനിലൊരു വേദന, അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതൊരു സിംറ്റം അല്ലേ? ഇങ്ങനത്തെ ഒരു ഡിറ്റക്ഷനോ ഒരു വെൽനസ് ചെക്കപ്പിനോ ഉള്ളൊരു സിംറ്റമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കിക്കൂടെ? ഇപ്പോൾ ഒരു ചെറിയ തലവേദന വന്നു എന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ ചിലപ്പോൾ അത് കോൾഡാണ്, അത് പാരസെറ്റമോൾ കഴിച്ചാൽ മാറും, അങ്ങനെ രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈവൻ ഫോർ ക്ഷീണം. ഇപ്പം ഞാൻ പേടിപ്പിക്കാൻ പറയുമല്ല, പക്ഷേ എനിക്കൊരു 26 വയസ്സുള്ള ഒരു മെയിൽ പേഷ്യൻ്റ് വന്നായിരുന്നു. അയാൾക്ക് ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ അടുത്ത് ജോലി ചേർന്ന പയ്യനാണ്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ക്ഷീണം മാത്രമേ ഉള്ളൂ, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ വന്നതാണ്. പക്ഷേ അന്നത്തെ ആ ചെക്കപ്പിൽ ചെറിയൊരു രക്തക്കുറവ് ഉണ്ടായിരുന്നു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയിൽ ഒരു മാസ് ലീഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല അങ്ങനെ ഒരു അബ്നോർമാലിറ്റി. അതൊരു ചെക്കപ്പിൽ കൂടെ മാത്രം കണ്ടുപിടിച്ച കാര്യമാണ്. കാരണം സിംറ്റംസ് ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈവൻ ഒരു ക്ഷീണം പോലും ഒരു സിംറ്റമാണ്. അപ്പോൾ നമുക്ക് നോർമലിൽ നിന്നും നമുക്ക് അബ്നോർമലായിട്ട് വരുന്ന എന്ത് സിംറ്റവും ഒരു ഡോക്ടറെ കാണിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ മാം, ഇപ്പം പല അസുഖങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ക്യൂർ ചെയ്തേനെ, നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പം ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനെ എന്നൊക്കെയുള്ള ടോപ്പിക്സ്. അപ്പം ഒരു വെൽനെസ്, ഈ ടോപ്പിക്ക് വെൽനെസ് എന്നത് പറയുന്നതും ഈ ഏർലി ഡിറ്റക്ഷനും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ മാം? വെൽനെസ് എന്ന് പറയുമ്പോൾ ഈ ചെക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് 5 കാര്യമാണ്. ആദ്യം നമ്മൾ ചെക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പല അസുഖങ്ങളും ചിലപ്പോൾ സിംറ്റം ഒന്നും ഉണ്ടാക്കണം എന്നില്ല. ഉദാഹരണത്തിന് ഷുഗർ, പ്രഷർ ഒന്നും ചിലപ്പോൾ ആളുകൾക്ക് ഒരു സിംറ്റവും ഉണ്ടാക്കില്ല. അപ്പോൾ അതൊക്കെ നേരത്തെ ഏർലി ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്കൊരു ചെക്കപ്പ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ പല ക്യാൻസേഴ്സും ചിലപ്പോൾ നമ്മൾ ചെക്കപ്പിൽ കൂടെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ഏർലി ഡിറ്റക്ഷൻ മാത്രമല്ല, പ്രിവെൻഷനും ചെക്കപ്പിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഡയബറ്റിസ് ഉണ്ടാവാൻ റിസ്ക് ഉണ്ട്, പക്ഷേ ഡയബറ്റിസ് ഇപ്പോൾ ഇല്ല. അപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് അപ്പം കണ്ടുപിടിക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കൂടെ ഡയബറ്റിസിലേക്ക് നമുക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ വാക്സിനേഷനും ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുവാണെങ്കിൽ ഈവൻ ക്യാൻസർ, HPV വാക്സിനേഷൻ ചെയ്യുകയാണെങ്കിൽ സർവൈക്കൽ ക്യാൻസർ പ്രൊട്ടക്ഷനാണ് അത് അഷ്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ, പ്രിവെൻഷൻ, ഇത് രണ്ടും ഹെൽത്ത് ചെക്കപ്പിൻ്റെ മെയിൻ പില്ലേഴ്സാണ്. മാം, നമുക്ക് ഈ വെൽനെസ്സിൽ തന്നെ പല ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, പല ടെസ്റ്റുകളും ഉണ്ടാവും. ഇതിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത്? ഓരോ പേഴ്സണും യുണീക്കാണ്. പക്ഷേ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കുറച്ച് പരിശോധനകളുണ്ട് എല്ലാവരും. ഉദാഹരണത്തിന് വെയ്റ്റും അതുപോലെ ഹൈറ്റും നോക്കുക, BP നോക്കുക. അതുപോലെ നമ്മൾ പ്രാഥമികമായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, നമുക്ക് രക്തക്കുറവില്ലല്ലോ, നമ്മുടെ ബ്ലഡിലുള്ള സെല്ലുകൾ നോർമലല്ലേ, ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, അതുപോലെ യൂറിക് ആസിഡ്, തൈറോയിഡിൻ്റെ TSH, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് കേട്ടോ. ബ്ലഡ് ഷുഗർ വാല്യൂ, ഫാസ്റ്റിങ്ങിലുള്ള കൊളസ്ട്രോൾ ലെവൽസ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാഥമിക ടെസ്റ്റുകൾ. പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ECG ടെസ്റ്റ്, പിന്നെ ഫാമിലി ഹിസ്റ്ററിയും പരിശോധനയുടെയും ഭാഗമായിട്ട് ചിലപ്പോൾ ത്രെഡ്മിൽ ടെസ്റ്റ് അഡ്വൈസ് ചെയ്തേക്കാം. ത്രെഡ്മിൽ ചെയ്യുന്നത് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരാൻ റിസ്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നോർമൽ അല്ലേ എന്ന് അറിയാൻ എക്കോ ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് നോർമൽ അല്ലേ, ഫാറ്റി ലിവർ ഉണ്ടോ, കിഡ്നി സ്റ്റോൺ ഉണ്ടോ, ഗോൾ ബ്ലാഡറിൽ പോളിപ്പുകളുണ്ടോ, പിന്നെ മാസ് ലീഷൻസ് എന്തെങ്കിലും ഉണ്ടോ, പോളിസിസ്റ്റിക് ഓവറിയുടെ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അൾട്രാസൗണ്ട് എബ്ഡമിനിൽ കൂടെ വളരെ കോമൺ ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാമാണ് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ വരുന്നത്. ഈ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ബോഡി എന്താണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു അല്ലേ? ഇതൊക്കെ ഒരു എന്താ പറയുക, എല്ലാവരും ചെയ്യേണ്ട ബേസിക് ടെസ്റ്റുകളാണ്. ഇതെല്ലാം നോർമലാണെങ്കിൽ നമുക്കൊരു റിയഷുറൻസ് ആണ് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെന്നുള്ളത്. ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു സമാധാനം കൂടിയല്ലേ. നമുക്ക് അസുഖമൊന്നും ഇല്ല എന്ന് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും സമാധാനവും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബേസിക് ഇവാലുവേഷൻ നോർമലാണെങ്കിൽ അതൊരു റിയഷുറൻസ് ആണ്. ഓക്കെ, എത്ര നാൾ കൂടുമ്പോൾ നമുക്കിതൊന്ന് ചെയ്യേണ്ടി വരും മാം? അതായത് ഇപ്പം നമ്മൾ വൺസ് ഇൻ എ വൈൽ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇയർലി ആണോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ത്രൈസോ 6 months കൂടുമ്പോൾ എങ്ങനെ നമുക്കതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും അതിൻ്റെ ഫോളോ അപ്സും ഒക്കെ എങ്ങനെയാണ് നമുക്ക് വരിക? ആക്ച്വലി ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 20 വയസ്സിൽ ഒരു വട്ടം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന പോലെ ഫ്രീക്വൻസിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ യൂഷ്വലി ചെക്കപ്പ് ചെയ്യേണ്ടത് ഇയർലി ആണ്. അത് അല്ലെങ്കിൽ ഡോക്ടർ പറയും ഇപ്പോൾ വൺസ് ഇൻ 3 years ചെയ്താൽ മതി എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതൊക്കെ ഓരോ പേഴ്സൻ്റെ ഹെൽത്ത് പോലെ ഇരിക്കും. യൂഷ്വലി ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇയർലി
ആണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. കാരണം യൂഷ്വലി അവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഫോളോ അപ്പ് ആവശ്യമായിട്ട് വരും. ഓക്കെ. ഈവൻ ദോ മാം നമുക്കിപ്പോൾ ഇപ്പം ഈ ചെക്കപ്പ് ചെയ്യുമ്പോൾ നമുക്കൊന്നും ഐഡൻറ്റിഫൈഡ് അല്ലെങ്കിലും മേ ബി നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇൽനെസ് തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കൂട്ടേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും നമ്മൾ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഫ്രീക്വൻസി കൂടേണ്ടി വരും. അപ്പോൾ അത് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് ഡയബറ്റിസിൻ്റെ ഫോളോ അപ്പ് കറക്റ്റ് ആണെങ്കിൽ ഇയർലി ചെക്കപ്പ് മതി. പക്ഷേ ഡയബറ്റിസിൻ്റെ ഫോളോ അപ്പ് അത്ര കറക്റ്റ് അല്ലെങ്കിൽ അവർ ഫ്രീക്വൻ്റ് ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ട ആവശ്യകത വരും.